ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് റവ വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിംഗ് റെസിപ്പിയാണ്. ഇതിലേക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോറോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ പുഡിംഗ് എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം റവ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിത് അവിടെ ഒരു 250 ml കപ്പിൽ അരക്കപ്പ് അളവിലാണ് റവ എടുത്തിട്ടുണ്ടായിരുന്നത്. റവ മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ പൊടിച്ചെടുത്ത റവ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു റവയുടെ കൂടെ തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടിയും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണേ. എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മളിപ്പോഴൊന്നും ഗ്യാസ് ഓൺ ചെയ്യുന്നില്ല കേട്ടോ. പാലൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേണം ഗ്യാസ് ഓൺ ചെയ്യാനും. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ. അത് നമ്മൾ കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. പിന്നെ നമുക്ക് ഇത് ഗ്യാസൊക്കെ ഓൺ ചെയ്യുമ്പോൾ നല്ലോണം കുറുകി വരും. ഒരുപാട് അങ്ങ് കട്ടിയായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുത്താലും മതി. പാലൊഴിച്ച് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം ചൂടായി വരുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ കുറുകി വരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് അളവിലാണ് പാൽ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വീണ്ടും അതിലേക്ക് കുറച്ചും കൂടി പാൽ ആവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു റവയുടെ മിക്സ് നല്ലോണം ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. ഒരുപാട് അങ്ങ് കട്ടിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിന് കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ റവ ഇവിടെ കുറുകി വന്നിട്ടുണ്ട്, നല്ലോണം കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു പാത്രം ഇവിടെ റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അതിലേക്ക് ബട്ടറാണ് ഞാനിവിടെ തേച്ച് കൊടുക്കുന്നത് കേട്ടോ, അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബട്ടറൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആ ഒരു റവയുടെ മിക്സ് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ലെവൽ ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള സെക്കൻഡ് ലെയറും കൂടി തയ്യാറാക്കിയെടുക്കാം. ഇനി ആ ഒരു ഫസ്റ്റ് ലെയർ മാത്രമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി സെക്കൻഡ് ലെയറിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സ് ആക്കിയിട്ട് അതും ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം, അടിയിൽ പിടിക്കാതെ നോക്കണേ. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതൊരു നുള്ളിൽ ചേർത്ത് കൊടുത്താലും മതി. മധുരത്തിനായിട്ട് ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. മിൽക്ക് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിലൊക്കെ പിടിക്കൂട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ കൈവിടാതെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സ്, ഈ കസ്റ്റാർഡിൻ്റെ ഒരു മിക്സും കൂടി ഏകദേശം ഇതുപോലെ തന്നെ തിക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്നൊരു സമയത്ത് നമുക്കിതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ലെയറിലുള്ള ഒരു മിക്സും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു റവയുടെ മുകളിലായിട്ട് ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ വേണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് എല്ലായിടത്തേക്കും എത്തിയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ ജലാറ്റിനോ അല്ലാന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. റവ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഉള്ള ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്